ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ IV കാനലൈസേഷനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. പ്രൊസീജിയറായിട്ട് നമ്മൾ സംസാരിക്കുന്നില്ല, ചില ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇപ്പോഴും പല പേഷ്യന്റിന്റെ അടുത്ത് പല സിറ്റുവേഷനിലായിട്ട് കാനൽ ഇടാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടി അനുഭവപ്പെടുന്ന ഒരാളാണ്. എന്നാലും ചില സിറ്റുവേഷനിലൊക്കെ പലപ്പോഴായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് പറ്റുന്ന ചില ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വരുന്ന കാര്യം പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവര് ചിലപ്പോഴും മുമ്പ് കാനലൊക്കെ ഇട്ടിട്ടുണ്ടാവും, കയ്യിൽ സൂചിയൊക്കെ കുത്തിയിട്ടുണ്ടാവും. സോ അവരോട് ചോദിക്കുക, നിങ്ങൾ മുമ്പ് കാനൽ ഇട്ടിട്ടുണ്ടോ ഏതെങ്കിലും കയ്യിൽ. അവരുടെ ലാംഗ്വേജ് ചോദിക്കുകയാണെങ്കിൽ സൂചി കയ്യിൽ മുമ്പ് ഇട്ടിട്ടുണ്ടോ, എവിടെയാണ് ഇട്ടിട്ടുള്ളത്, ആ ഒരു ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് മെയിൻ ആയുള്ള കാര്യം. നമുക്ക് ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഭാഗം ക്ലിയർ ആയി. അതായത് ഇങ്ങനൊരു വെയിൻ ഉണ്ട്, വെയിന് കിട്ടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അവരോട് ചോദിക്കുക വെയിന് കിട്ടാൻ ഡിഫിക്കൽട്ടി ഉള്ള ഒരാളാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആളുമായിട്ടുള്ള ഒരു റാപ്പോർട്ട് ഉണ്ടാകുകയും ഇൻ കേസ് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആകുവാണെങ്കിൽ ആളുമായിട്ട് ഇത്തിരി ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുക ചെയ്യും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്യുക, വെയിൻ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഘട്ടം വരുന്നത്. നോർമലായിട്ട് നമുക്ക് വെയിൻ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ചില സ്ഥലങ്ങളുണ്ട്. നമ്മുടെ മെറ്റാകാർപ്പൽ ഏരിയ, സെഫാലിക് ഏരിയ, ബേസിലിക് ഏരിയ, നമ്മുടെ ക്യൂബൈറ്റൽ ഏരിയ. ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് വെയിന് സാധാരണ കിട്ടുന്ന ചില ഭാഗങ്ങളുണ്ട്. അത് നമ്മൾ കണ്ടിന്യൂസ്ലി പേഷ്യന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ വരുന്ന ചില ഭാഗങ്ങളിൽ ചില വെയിനുകൾ ഉണ്ടാവും. സോ അങ്ങനെ ഏതൊക്കെ ഏരിയ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഓർത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു ഏരിയയിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, ഇങ്ങനെ വെയിൻ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, ചെറുതായിട്ട് എവിടെയെങ്കിലുമൊക്കെ വെയിന് കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ച് മുകളിലായിട്ട് ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്യുക. പ്രൊലോങ്ഡ് ആയിട്ട് ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്യാതിരിക്കുക. നമ്മുടെ വെയിൻ ഐഡന്റിഫൈ ചെയ്യുക, ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്യുക, വെയിന് കണ്ടുപിടിക്കുക. അഥവാ നീണ്ടു പോവുകയാണ് ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്യൂണിക്കേറ്റ് അഴിക്കുക, കുറച്ചുകൂടി മുകളിലേക്കോ താഴേക്കോ ആയിട്ട് കയറ്റിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്തു, ആൽക്കഹോൾ സബ് വെച്ച് ആ ഒരു ഏരിയ റബ്ബ് ചെയ്യുക. ഇങ്ങനെ ഈ ആൽക്കഹോൾ സബ് വെച്ച് നമ്മൾ ഏരിയ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചില വെയിൻസ് ഒക്കെ പോപ്പപ്പ് ആയിട്ട് കാണും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വിഷ്വൽ ആയിട്ട് വെയിന് കിട്ടണമെന്നില്ല. അപ്പോഴ് നമ്മളെ കൈ വെച്ചിട്ട് പാൽപ്പേറ്റ് ചെയ്യുക, അന്വേഷിക്കുക എവിടെയൊക്കെ ഉണ്ട് വെയിന്, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുക. ഈ മെറ്റാകാർപ്പലൊക്കെ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ വെയിന് കിട്ടും. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാണുന്നതിനേക്കാൾ കൂടുതൽ ഫീലിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈവൻ ഒരു വിസിബിൾ ആയുള്ള വെയിന് കിട്ടുവാണെങ്കിൽ തന്നെ നമ്മൾ ആ ഒരു വെയിന് തൊട്ട് പാൽപ്പേറ്റ് ചെയ്ത് ആ വെയിൻ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതിന്റെ ടെക്സ്ചർ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ഒരു കാണാത്തൊരു വെയിന് നമുക്ക് തൊട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഹെൽപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ടിപ്പ് അതാണ് കേട്ടോ. ഇത് നമ്മൾ വെയിന് കണ്ട് കുത്തുന്നതിനേക്കാളും കൂടുതൽ പാൽപ്പേറ്റ് ചെയ്തിട്ട് തൊട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് പ്രിക്ക് ചെയ്യുക. എത്രത്തോളം ലെങ്ത് ഉണ്ട്, ഏകദേശം എത്രത്തോളം നല്ലൊരു വെയിനാണ്, എത്ര വലിപ്പമുണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്ക് തൊടുമ്പോഴും മനസ്സിലാകും. പിന്നെ അടുത്തൊരു ടിപ്പ്, മെയിൻ ആയിട്ടുള്ള ഒരു ടിപ്പ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളോട് നമ്മൾ ഈ ഒരു ഫിസ്റ്റ് ഉണ്ടല്ലോ, ഇത് ഫിസ്റ്റ് ആക്കുക, റിലീസ് ചെയ്യാൻ പോകാം. ഇങ്ങനെ ഒരു 10-25 തവണയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല വെയിന് വിസിബിൾ ആയിട്ട് വരും. ഒട്ടുമിക്ക ആൾക്കാരിലും ഇങ്ങനെ വെയിന് വിസിബിൾ ആയിട്ട് വരും. പിന്നെ നമ്മൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെ വലുതാക്കുന്നില്ല വെയിന്, അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം അത് പേഷ്യന് പെയിൻഫുൾ ആണ്, നല്ല പെയിൻഫുൾ ആണത്. അത് കൂടാതെ തന്നെ അങ്ങനെ ചെയ്യുമ്പോഴും കുഞ്ഞു വെയിന് വലുതായിട്ട് വരുമെങ്കിലും പിന്നെ അത് കാനൽ ഇട്ട് കഴിഞ്ഞാൽ വെയിനും നമുക്ക് അത്രത്തോളം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. പിന്നെ കുഞ്ഞു വെയിനിൽ വലിയ കാനൽ ഇടാതിരിക്കുക, കുഞ്ഞു വെയിനിൽ കുഞ്ഞു കാനൽ ഇടുക. അതായത് സൈസ് വെച്ച് 22, 20, 18 ആ ഒരു ലെവലിൽ പോകുക. നിങ്ങളുടെ പേഷ്യന്റ് ആവശ്യത്തിനനുസരിച്ച് കാനൽ ഇടുക, പക്ഷെ കുഞ്ഞു വെയിനിൽ കുഞ്ഞു കാനൽ ഒഴിവാക്കുക, വലിയ കാനൽ ഇടാണെങ്കിൽ വലിയ വെയിന് കണ്ടുപിടിക്കുക. ഓക്കെ, പിന്നെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലൊന്നും അല്ല, ഒരു വാർഡൊക്കെയാണ്, ഒരു ലോ പേസ് പോകുന്നൊരു സിറ്റുവേഷൻ ആണ് എങ്കിൽ അവിടെ നമുക്ക് ഹോട്ട് അപ്ലിക്കേഷൻ വഴി നമുക്ക് കുറച്ചുകൂടി വെയിന് വിസിബിൾ ആക്കി കിട്ടാൻ വഴിയുണ്ട്. അതായത് കുഞ്ഞു വെയിനൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെയും കാണുന്നൊന്നുമില്ല എങ്കിൽ നമുക്കൊരു ഹോട്ട് അപ്ലിക്കേഷൻ വെക്കുവാണെങ്കിൽ അവിടുത്തെ വെയിന് കുറച്ചുകൂടി വിസിബിൾ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വെയിൻ വ്യൂവർ ഉണ്ടെങ്കിൽ വെയിൻ വ്യൂവർ വെച്ച് അന്വേഷിക്കാം. പിന്നെ അൾട്രാസൗണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ട്യൂണിക്കേറ്റ് അപ്ലൈ ചെയ്യുക, ഏരിയ ക്ലീൻ ചെയ്ത് നോക്കുക, യൂഷ്വലി കിട്ടുന്ന ഭാഗങ്ങളിൽ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുക, ഫിസ്റ്റ് ഉണ്ടാക്കി റിലീസ് ചെയ്യാം. ഒരു 10-20 തവണ ചെയ്യുമ്പോൾ തന്നെ ഒട്ടുമിക്ക ഇതും കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമുക്ക് താഴെയൊക്കെ കുഞ്ഞു വെയിൻ കിട്ടും. ആ ഒരു കുഞ്ഞു വെയിനിൽ ഒരു 24 യെല്ലോ കാനലൊക്കെ ഇടുക. അതിനുശേഷം അതിലൂടെ ഫ്ലൂയിഡ് കടത്തി വിടുകയാണെങ്കിൽ മുകളിലത്തെ വെയിനൊക്കെ വിസിബിൾ ആവും. ഇതൊക്കെ തീരെ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ചെയ്യേണ്ടത്. ഇപ്പൊ കുഞ്ഞു വെയിനിൽ കുഞ്ഞു കാനലിൽ ഇട്ടിട്ട് ഫ്ലൂയിഡ് ഇടുകയാണെങ്കിൽ മുകളിലേക്കുള്ള വലിയ വെയിനൊക്കെ വിസിബിൾ ആവുന്ന ചാൻസ്. ഇതുകൂടാണ്ട് കൈ ഗ്രാവിറ്റിക്ക് നേരെ തൂക്കിയിടുമ്പോൾ ബ്ലഡ് പൂൾ ചെയ്യും, വെയിന് വിസിബിൾ ആകാനുള്ള ചാൻസ് ഉണ്ട്. IV കാനലൈസേഷൻ ട്രേ റെഡിയാക്കാം. ഒരു ട്രേ, അതിലൊരു
ഇഞ്ചക്ഷൻ ട്രേ വേണം, ഒരു കിഡ്നി ട്രേ വേണം, ഒരു PPC വേണം, പഞ്ചർ പ്രൂഫ് കണ്ടെയ്നർ വേണം നമുക്ക് ഈ നീഡിലിടാൻ വേണ്ടിയിട്ട്. പിന്നെ മെറ്റീരിയൽ ആയിട്ട് IV ക്യാനില വേണം, IV ക്യാനില ഒട്ടിക്കാൻ വേണ്ടിയിട്ട് IV ഫിലിം വേണം. പിന്നെ ഇതിന് കൂടെ ഒരു കണക്ഷന് വേണ്ടിയിട്ട് ഒരു 3-way കണക്ടർ അല്ലെങ്കിൽ ഒരു ക്ലേവ് കണക്ടർ ഒക്കെ വേണം. പിന്നെ IV വെയിൻ വിസിബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ട്യൂണിക്കേറ്റ് വേണം. ഈ ഒരു ഏരിയ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആൽക്കഹോൾ സ്വാബ് വേണം. പിന്നെ കുറച്ച് കോട്ടൺ ഗോസുകൾ വേണം. ഇത്രയും കാര്യമായാല് ആയില്ലേ? ഏകദേശം അത്രയൊക്കെ വേണ്ട. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.